ഹായ് എവരിവൺ. അങ്ങനെ ഫൈസൽ മലബാർ രംഗത്ത് മക്കളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതായത് ഫൈസൽ മലബാർ പറയുന്നത് അദ്ദേഹത്തിന് പറയാനുള്ളതും നിങ്ങൾ കേൾക്കണമെന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വീഡിയോ ക്ലിപ്പുമായിട്ടാണ്. അതിനു മുമ്പ് ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. വീഡിയോ ക്ലിപ്പ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ്, ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ്. ആദില നൂർ ആ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ആദ്യം നമുക്ക് ഫൈസൽ മലബാർ എന്താണ് പോസ്റ്റ് ഇട്ടത് അത് വായിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, പൊന്നു പ്രേക്ഷകരെ, ഞാൻ പഠിച്ചത് കന്നഡ മീഡിയമാണ്, കണ്ടിട്ടാണ് മലയാളം പഠിച്ചത്. അപ്പോൾ മലയാളം വായിക്കുന്നതിൽ അതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഫൈസൽ മലബാർ ഇന്നിട്ട പോസ്റ്റ്: ആദിലയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. കോടതിയും ഗവൺമെൻറ്റും അനുവദിച്ചുള്ള അവരുടെ സ്വതന്ത്ര പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഓക്കെ ഞാൻ മറുപടി പിന്നെ കൊടുക്കാം. ഓക്കെ, അതിനാൽ അവർക്ക് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹറാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല. ഇത് നിങ്ങളല്ലേ ചെയ്തത്? ഇതിപ്പോൾ ഞങ്ങളാണോ ചെയ്തത്? സത്യം പറഞ്ഞാൽ ഇത് ഫൈസൽ മലബാർ ഇത് കുറച്ച് ഓവറാണ്. ഓക്കെ, നിങ്ങൾ തന്നെ അവരെ വിമർശിച്ച് പോസ്റ്റ് ഇടുന്ന, അതിന് ശേഷം നിങ്ങൾ തന്നെ ഇങ്ങനെ പറയുന്നു, വളരെ വളരെ തെറ്റാണ്. ഓക്കെ, ബാക്കിയും കൂടി വായിച്ചാം. യാതൊരു മതം വിശ്വസിക്കുന്നവരുടെ മനസ്സിൻ്റെ ബാക്കി നിങ്ങൾ വായിച്ചോളൂ. എനിക്ക് വായിക്കുന്ന ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ കന്നഡമാണ് പഠിച്ചത്, ഞാൻ വെച്ച് തരാം. ഓക്കെ, നിങ്ങൾ തന്നെ വായിച്ചോളൂ, ക്ലിയർ ആയിട്ട് വായിച്ചോളൂ. ഓക്കെ, കുറേ ഉണ്ട്, ഞാൻ വായിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കും, അതുകൊണ്ടാണ്. നിങ്ങൾ വായിക്കുമെന്ന് കരുതുന്നു പൊന്നു പ്രേക്ഷകരെ. പെട്ടെന്ന് ഞാൻ മലയാളം പഠിക്കാം. ഓക്കെ, അതായത് ഞാൻ കോളേജിലും ഞാൻ കർണാടക ബോർഡറാണ്, കാസർഗോഡുകളാണ്. അപ്പോൾ പഠിച്ചത് കന്നഡയും ഇംഗ്ലീഷുമാണ്, അതുകൊണ്ട് മലയാളം വായിക്കാൻ കുറച്ച് പാടാണ് പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ നിങ്ങൾക്കറിയാലോ എന്താണ് ഫൈസൽ മലബാറെ, ഞങ്ങളാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങളല്ലേ. അതിനുശേഷം നിങ്ങളിങ്ങനെ പറയുന്നത് തെറ്റല്ലേ? സത്യം പറഞ്ഞാൽ വളരെ വളരെ തെറ്റാണ്. എന്താണ് ഫൈസൽ മലബാറിന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവായ സ്ത്രീക്ക് പറയാനുള്ളത്? അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, ഹായ്, ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈസൽക്ക് ആദില നൂറ ഇഷ്യൂവിൻ്റെ വീഡിയോസ് കൂടുതൽ വരുന്നത്. അപ്പോൾ എനിക്ക് 2 പോയിന്റ്സ് ഷെയർ ചെയ്യാനുള്ളത്. പോയിന്റ് നമ്പർ 1, എനിക്കറിയാവുന്ന ഫൈസൽക്ക ഈസ് എ വെരി ഡൗൺ ടു എർത്ത്, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന, എല്ലാവരോടും സ്നേഹമുള്ള ഒരാളാണ്. പിന്നെ ആളുടെ വീട്, കാറ് എന്നൊക്കെ ഉള്ളത് അവരൊരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അവരത് എന്താ പറയുക, നല്ല രീതിയിൽ ജീവിക്കുന്നു. ദാറ്റ്സ് ദെയർ ലൈഫ് സ്റ്റൈൽ, അത്രയേ ഉള്ളൂ. ആൻഡ് എനിക്ക് തോന്നുന്നത് വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഈസ്, ഈ ഒരു 7 ദിവസമൊക്കെ ആൾ കംപ്ലീറ്റ്ലി ഹൈലി പ്രഷറിലായിരിക്കും. കാരണം ഇത്രയും അധികം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരുപാട് ഒപ്പീനിയനും പ്രഷറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ he would have told his social media team ഇതൊന്ന് മാനേജ് ചെയ്യാൻ എന്തെങ്കിലും കാട്ടിയിരുന്നു. പക്ഷെ ആ ഇട്ട പോസ്റ്റ് ദാറ്റ്സ് നോട്ട് റൈറ്റ്. പക്ഷെ അതൊരിക്കലും ആൾ പേഴ്സണലി അങ്ങനത്തെ ഒരു ഫീലുള്ള ഒരാളെ ഇൻസൾട്ട് ചെയ്യണ ഒരാളോ ഒന്നും ആയിട്ടും എനിക്ക് തോന്നിയിട്ടും ഇല്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന അത്ര എനിക്ക് ഭയങ്കര ഫ്രണ്ട്സ് എന്നൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ചെറുപ്പം മുതൽ ഐ നോ ദിസ് പേഴ്സൺ, ഹി ഈസ് നോട്ട് അങ്ങനെ ഒരു മറ്റൊരാളെ ദ്രോഹിക്കുന്ന ഒരാളല്ല. പോയിന്റ് നമ്പർ 2, ആദില ആൻഡ് നൂറ ആർ ഓൾസോ വെരി അമേസിങ് ഗേൾസ്. അവർ അവരുടേതായ ശരികളിൽ ജീവിക്കുന്ന നല്ല 2 കുട്ടികളാണ്. പിന്നെ അവർ ഒരാളെയും ദ്രോഹിക്കാതെ അവരവരുടെ ജീവിതം ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്റ്റോറീസൊക്കെ കേട്ടാൽ അറിയാം അവരങ്ങനെ ആവാൻ അവർക്ക് അവരുടേതായ കാരണമുണ്ട്. പിന്നെ ദൈവം എല്ലാവരും ഒരേപോലെയല്ല ഉണ്ടാക്കണത്. നമ്മളൊന്ന് സിമ്പിളായി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ല. അവരുടെ സ്വന്തം കാര്യം നോക്കി സ്വന്തം കാലിൽ നിൽക്കുന്ന 2 ഒതൻറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. സിമ്പിളായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. മാത്രമല്ല ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കി ഭയങ്കര ഇഷ്യൂ ആക്കാതെ സിമ്പിളാക്കി വിടാൻ പറ്റുന്ന, പരസ്പരം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ലെറ്റ് ഗോ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം ഉള്ളൂ. അത് ആദിലയും നൂറയും ഫൈസൽക്കും തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന ഒരു കുഞ്ഞു കാര്യം നമ്മളത് ഭയങ്കര ഓവർ ഇഷ്യൂ ആക്കുകയാണ്. ലെറ്റ്സ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ബിക്കോസ് ഫൈസൽക്ക് ഇപ്പോൾ അത്രയും വലിയൊരു വീടൊക്കെ വെച്ച് അത്രയും വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് ആളുടെ ഒരു ബിഗ് ഡ്രീം അച്ചീവ് ചെയ്തേക്കുകയല്ലേ. അപ്പോൾ അതൊന്ന് സന്തോഷിക്കാനുള്ളൊരു സ്പേസ് ആൾക്കും കൊടുക്കുക. ആൻഡ് ആദില നൂറ സമാധാനമായിട്ട് ജീവിക്കാനുള്ള സ്പേസ് അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് വി ക്യാൻ ബി മോർ പീസ്ഫുൾ. താങ്ക് യു. വളരെ വളരെ മോശം, വളരെ വളരെ മോശം. നിങ്ങൾക്ക് നട്ടലുണ്ടോ? അതായത് ഫൈസൽ മലബാറിനോടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്തിരിയെങ്കിലും നട്ടലുണ്ടോ? ഇത് നിങ്ങളിട്ട പോസ്റ്റിൽ നിങ്ങൾ എഴുതുന്നത് ഞങ്ങളാണ് ഇപ്പോൾ പ്രശ്നക്കാർ, നിങ്ങളായിട്ട് തുടങ്ങിയതാണ്, നിങ്ങൾ വിളിച്ചിട്ടാണ് അവർ വന്നത്, നിങ്ങളുടെ മാനേജർ ആരോ വിളിച്ചിട്ടാണ് അവർ വന്നത്.
അതിനുശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ അറിവോട് കൂടിയല്ല അവർ വന്നത് എന്നൊരു പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം നിങ്ങൾ തന്നെ പറയുന്നു അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ കുറ്റക്കാര്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാം, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി കേരളത്തിലുള്ള പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടാം. ശരി, അങ്ങനെ പോസ്റ്റ് ഇട്ടാൽ ശരി. നിങ്ങളിടുന്ന പോസ്റ്റ് ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങൾ ആദില നൂറയെ വിളിച്ച് അപമാനിച്ച പോലെയാണ് നിങ്ങളുടെ വർത്താനം. ഇത് വളരെ വളരെ തെറ്റാണ് ഫൈസൽ മലബാറെ. ഒന്നെങ്കിൽ പറഞ്ഞ വാക്കിൽ നമ്മൾ നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്ന് പറയണം. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയക്കാരാണ് ഇതൊക്കെ പൊന്തിച്ചത്, അപ്പൊ നിങ്ങൾ ചെയ്തത് ശരിയാണോ? നിങ്ങൾ പൊന്നു പ്രേക്ഷകരെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഫൈസൽ മലബാറിനോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഒന്നെങ്കിൽ ഫൈസൽ മലബാറെ നിങ്ങൾ ആദില നൂറയോട് സോറി ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം തെറ്റ് നിങ്ങൾ സമ്മതിക്കണം. ഇവിടെ നിങ്ങൾ ആദില നൂറയോട് സോറിയും ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഭാഗം തെറ്റെന്ന് പറയുന്നില്ല. ഞങ്ങളുടെ തലയിൽ എല്ലാം ചെയ്തത് ഞങ്ങൾ. എങ്ങനെ ഇരിക്കണ്? പൊന്നു പ്രേക്ഷകരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെയുള്ള ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഞാൻ നിർത്തുന്നു, ഒന്നും പറയാനില്ല എനിക്ക്.